നമസ്കാരം, ഏവർക്കും ലിലി പ്രംസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് പൂച്ചയെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു ഗാനമാണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മ്യാവ് 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 എന്നു കരഞ്ഞ് നമ്മുടെ അരികിൽ ഓടിയണയും, കാലിൽ തൊട്ടുരുമ്മി നിൽക്കും നമ്മുടെ ഓമന മൃഗമാം പൂച്ച. മ്യാവ് 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 എന്നു കരഞ്ഞ് നമ്മുടെ അരികിൽ ഓടിയണയും, കാലിൽ തൊട്ടുരുമ്മി നിൽക്കും നമ്മുടെ ഓമന മൃഗമാം പൂച്ച. എലിയെ കണ്ടാൽ ചാടിപ്പിടിക്കും, നായയെ കണ്ടാൽ ഓടിയൊളിക്കും. എലിയെ കണ്ടാൽ ചാടിപ്പിടിക്കും, നായയെ കണ്ടാൽ ഓടിയൊളിക്കും. ശത്രുവിനെ കണ്ടാൽ ചീറ്റപ്പൂലി പോൽ ചീറിയെടുക്കും പൂച്ചച്ചാൽ. ശത്രുവിനെ കണ്ടാൽ ചീറ്റപ്പൂലി പോൽ ചീറിയെടുക്കും പൂച്ചച്ചാൽ. ഫെലിസ് കാദോസ് ശാസ്ത്രീയ നാമം, കണ്ടാൽ ഒരു പാവം കുഞ്ഞൻ. ഫെലിസ് കാദോസ് ശാസ്ത്രീയ നാമം, കണ്ടാൽ ഒരു പാവം കുഞ്ഞൻ. മത്സ്യമാംസാദികളേറെ ഇഷ്ടം, ചൂടുള്ള കാലാവസ്ഥയും ഏറെ ഇഷ്ടം. മത്സ്യമാംസാദികളേറെ ഇഷ്ടം, ചൂടുള്ള കാലാവസ്ഥയും ഏറെ ഇഷ്ടം. കേൾവിശക്തി, കാഴ്ചശക്തി, സ്പർശന സംവേദനികൾ വളരെ കൂടുതലാണല്ലോ നമ്മുടെ ഓമന മൃഗത്തിന്. കേൾവിശക്തി, കാഴ്ചശക്തി, സ്പർശന സംവേദനികൾ വളരെ കൂടുതലാണല്ലോ നമ്മുടെ ഓമന മൃഗത്തിന്. പകൽ കാഴ്ച കുറവാണേലും രാത്രി കാഴ്ച കൂടുതലാണ്. പകൽ കാഴ്ച കുറവാണേലും രാത്രി കാഴ്ച കൂടുതലാണ്. സസ്യാഹാരം ദഹിപ്പിക്കാനുള്ള ശേഷി വളരെ കുറവാണ്. സസ്യാഹാരം ദഹിപ്പിക്കാനുള്ള ശേഷി വളരെ കുറവാണ്. മധുരം തിരിച്ചറിയാനുള്ള കഴിവും ഇവയ്ക്കില്ല. മധുരം തിരിച്ചറിയാനുള്ള കഴിവും ഇവയ്ക്കില്ല നമ്മുടെ പാവം കുഞ്ഞുമൃഗം. മനുഷ്യനേക്കാൾ തണ്ടല്ലുകളും നട്ടല്ലുകളും കൂടുതലുള്ള ജീവിയാണേ. മനുഷ്യനേക്കാൾ തണ്ടല്ലുകളും നട്ടല്ലുകളും കൂടുതലുള്ള ജീവിയാണേ. കത്രിക പോലുള്ള പല്ലുകളാണ്, നാവിൽ മൂർച്ചയുള്ള മുകുളങ്ങളുണ്ട്. കത്രിക പോലുള്ള പല്ലുകളാണ്, നാവിൽ മൂർച്ചയുള്ള മുകുളങ്ങളുണ്ട്. വളരെ അയഞ്ഞ ത്വക്കാണ്, ചെവിയിൽ 32 പേശികളുമുണ്ട്. വളരെ അയഞ്ഞ ത്വക്കാണ്, ചെവിയിൽ 32 പേശികളുമുണ്ട്. എങ്ങനെ വീണാലും 4 കാലിൽ ഉപ്പുറ്റി നിലത്തൂന്നിറില്ല. എങ്ങനെ വീണാലും 4 കാലിൽ ഉപ്പുറ്റി നിലത്തൂന്നാറില്ല. മ്യാവ് 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 എന്നു കരഞ്ഞ് നമ്മുടെ അരികിൽ ഓടിയണയും, കാലിൽ തൊട്ടുരുമ്മി നിൽക്കും നമ്മുടെ അരിമ മൃഗമാം പൂച്ച. മ്യാവ് 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 എന്നു കരഞ്ഞ് നമ്മുടെ അരികിൽ ഓടിയണയും, കാലിൽ തൊട്ടുരുമ്മി നിൽക്കും നമ്മുടെ അരിമ മൃഗമാം പൂച്ച. ഓക്കെ, അപ്പം ഈ പാട്ടിൻ്റെ വരികളുടെ അർത്ഥം പറഞ്ഞുതരാം. പൂച്ച എപ്പോഴും നമ്മളെ കാണുമ്പോൾ മ്യാവ് മ്യാവ് എന്ന് കരയുള്ളൂ. അപ്പം അങ്ങനെ വിളിച്ചുകൊണ്ട് അതെന്ത് ചെയ്യും, നമ്മളെ കാണുമ്പോൾ നമ്മുടെ അരികിലോട്ട് ഓടി വരും. എന്നിട്ട് എന്താ അത് ചെയ്യുന്നത്, നമ്മുടെ കാലിലത് തൊട്ട് ഉരുമി അങ്ങനെ നിൽക്കും, തൊട്ട് തലോടി നിൽക്കും. എലിയെ കണ്ടാൽ, അതിൻ്റെ ഇരയാണ് എലി. അപ്പോൾ എലിയെ കണ്ടാൽ എന്ത് ചെയ്യും, ചാടി പിടിക്കും. അതിൻ്റെ ആഹാരമാണ് അല്ലേ. പണ്ടൊക്കെ പൂച്ചയുടെ ആജന്മശത്രു എന്ന് പറയുന്നത് എലിയാണല്ലേ. അപ്പോൾ അതിൻ്റെ ആഹാരവും കൂടെയാണ്. അപ്പോൾ അത് ചാടി പിടിക്കും. അപ്പോൾ ഇന്നത്തെ പൂച്ചകളൊക്കെ അങ്ങ് മാറി കേട്ടോ, വെറൈറ്റി പൂച്ചകളായിപ്പോയി. ശത്രുക്കളെ കണ്ടാൽ എങ്ങനെയാണ്, ചീറി അടുക്കും അല്ലേ. ചീറ്റപ്പുരി എൻ്റെ പല്ല് നഖവും ഉപയോഗിച്ച് അത് എതിർത്ത് നിൽക്കണേണ്ടില്ലേ കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നായയെ കണ്ടാലോ അത് ഓടി ഒളിക്കും, പേടിച്ച് ഓടി ഒളിക്കും. അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഫെലിസ് കാദോസ് എന്നാണ് അതിൻ്റെ പൂച്ചയുടെ ശാസ്ത്രീയ നാമം.
അത് കണ്ടാലോ ഒരു പാവം കുഞ്ഞൊരു ജീവിയാണല്ലേ. അപ്പോൾ അതിന് മത്സ്യവും മാംസവും ഒക്കെയാണ് ഏറെ ഇഷ്ടം, വളരെ ഇഷ്ടം. ചൂടുള്ള കാലാവസ്ഥയും അതിന് ഇഷ്ടമാണ്. അതുപോലെ കേൾവിശക്തി, കാഴ്ചശക്തി, സ്പർശന സംവേദനകൾ വളരെ കൂടുതലാണ്. നല്ല കേൾവിശക്തി, നമ്മളെക്കാളും പകൽ അതിന് കാണാൻ കഴിയും. പക്ഷേ എന്നാലും രാത്രിയിലാണ് അതിന് കൂടുതൽ കാഴ്ചശക്തി ഉള്ളത്. പകലിനേക്കാളും രാത്രി അതിന് കൂടുതൽ കാണാൻ കഴിയും. സ്പർശന സംവേദനകളെല്ലാം കൂടുതലുള്ളത് പൂച്ചയ്ക്കാണ്. നമ്മുടെയൊക്കെ വളരെ ഓമനയായിട്ടുള്ള പെറ്റായിട്ടുള്ള മൃഗമാണ് പൂച്ച. അതിന് പകൽ കാഴ്ച കുറവാണ്, അത് പറഞ്ഞല്ലോ. രാത്രി കാഴ്ച കൂടുതലാണ്. സസ്യാഹാരം, അതായത് അത് പുല്ലൊന്നും അങ്ങനെ കഴിക്കാറില്ല. വളരെ റെയറായിട്ട് അത് ചില ചെടികൾ ഇങ്ങനെ ചവയ്ക്കാറുള്ളൂ. അപ്പോൾ സസ്യാഹാരം ദഹിപ്പിക്കാനുള്ള കഴിവ് അതിന് ഇല്ല, പൂച്ചയ്ക്ക് അതിനില്ല. അതുപോലെ തന്നെ മധുരം തിരിച്ചറിയാനുള്ള കഴിവും ഇവയ്ക്കില്ല. അപ്പം എങ്ങനെയാണ് മനുഷ്യരെക്കാൾ നട്ടല്ലും അതോട് കൂടെ വരുന്ന തണ്ടല്ലുകളൊക്കെ കൂടുതലെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പല്ലുകളുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കത്രിക പോലെയാണ്. ഈ മാംസങ്ങളൊക്കെ കടിച്ച് കഴിക്കാനുള്ള രീതിയിലുള്ള പല്ലുകളാണ് അവയ്ക്കുള്ളത്. അതുപോലെ നാവിൽ നിറയെ മൂർച്ചയുള്ള മുകുളങ്ങളുണ്ട്. മുകുളം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ടേസ്റ്റി ബഡ്സാണ് ആ മുകുളങ്ങൾ. അതുപോലെ തന്നെ വളരെ അയഞ്ഞ ത്വക്കാണ്, അതുകൊണ്ടാണ് അതിന് ഇത്രയും ഫ്ലെക്സിബിലിറ്റി പൂച്ചയ്ക്ക് ലഭിക്കുന്നത്. എങ്ങനെ വീണാലും അതെന്ത് ചെയ്യും, 4 കാലിലായിട്ടേ വീഴത്തുള്ളൂ. അതുപോലെ ഉപ്പൂറ്റി അത് നിലത്ത് തൊടാറില്ലാത്ത ഒരു ജീവിയാണ്. നടക്കുമ്പോഴും അത് ശ്രദ്ധിച്ചാലറിയാം, അത് പ്രത്യേക ഒരു രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ പൂച്ചയെക്കുറിച്ച്. അപ്പോൾ തെറ്റുകൾ സദയം ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവരും സുഖമായിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.